ജീവന്റെ അപ്പമേ, ആത്മാവിൻ ഭോജ്യമേ, നിനക്കായി നിർമ്മിക്കും രമ്യകർമ്മങ്ങൾ. ജീവന്റെ അപ്പമേ, ആത്മാവിൻ ഭോജ്യമേ, നിനക്കായി നിർമ്മിക്കും രമ്യകർമ്മങ്ങൾ. പശിയുള്ളോർക്കെല്ലാം നീ ആശ്രയം. ദേവാലയത്തിൻ്റെ നീർവീഥിക്കപ്പുറം പശിയുള്ളോർക്കെല്ലാം നീ ആശ്രയം. യേശുവേ, നിൻ മുഖം കാണുന്നു ഞാനിന്ന്. ജീവജലത്തിൻ്റെ നീർച്ചാലുകൾക്കായി പുണ്യതീർത്ഥങ്ങളിൽ ആബാലവൃന്ദം. ജീവജലത്തിൻ്റെ നീർച്ചാലുകൾക്കായി പുണ്യതീർത്ഥങ്ങളിൽ ആബാലവൃന്ദം. പ്രാണജലത്തിനായി ദാഹിച്ചു കീഴുമ്പോൾ നിറയ്ക്കണം ഞങ്ങളിൽ തണ്ണീർ കുടങ്ങൾ. പ്രാണജലത്തിനായി ദാഹിച്ചു കീഴുമ്പോൾ നിറയ്ക്കണം ഞങ്ങളിൽ തണ്ണീർ കുടങ്ങൾ. യേശുവേ, നിൻ മുഖം കാണുന്നു ഞാനിന്ന്. നിർധനനാമൊരു ബാലകനിൽ കൈനീട്ടി കൺമുൻപിൽ കണ്ണീരുമായി നിൻ മൂകമായി കീഴുന്ന നിൻ മക്കളിൽ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, സുപ്രഭാതം. ഇന്നത്തെ ചിന്താ വിഷയം
ഒരു കഥയിലൂടെയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒരു ഡോക്ടറുടെ കഥ. ഡോക്ടർ A.J. ക്രോണിൻ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. നിങ്ങളിൽ ചിലരെങ്കിലും ആ പേര് കേട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഡോക്ടർ ബുദ്ധിമാനായിരുന്നു, പരിശ്രമശാലിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു വൈദികനാകാനായിരുന്നു ആഗ്രഹം. പക്ഷേ അദ്ദേഹം ഒരു ഡോക്ടറായി. മെഡിക്കൽ കോളേജിൽ അദ്ദേഹം ചേർന്നു. ക്ലാസ്സിൽ ഏറ്റവും നല്ല ഗ്രേഡോട് കൂടി അദ്ദേഹം MD പാസ്സായി. തുടർന്ന് അദ്ദേഹം സ്വന്തമായി ഒരു ക്ലിനിക്ക് ആരംഭിച്ചു. ഇഷ്ടമുള്ള ജോലി, ഒരുവിധം നല്ല വരുമാനം. അതിനിടെ ഡോക്ടർ വിവാഹിതനുമായി. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഡോക്ടറുടെ ക്ലിനിക്കിൽ കാർ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഒരു വ്യക്തിയെ കൊണ്ടുവന്നു. പരിക്കേറ്റ വ്യക്തിയുടെ ഭാര്യയും അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ട്. ഭാര്യ വളരെ വിഷമത്തിലായിരുന്നു, കരഞ്ഞുകൊണ്ടേയിരുന്നു. നിർഭാഗ്യവശാൽ ആ പരിക്കു പറ്റിയ വ്യക്തി മരിച്ചുപോയി. എല്ലാം കഴിഞ്ഞു ഭാര്യ ഡോക്ടർ ക്രോണിനോട് തൻ്റെ കഥയെപ്പറ്റി പറഞ്ഞു കൊടുത്തു. ഈ കഥ ഡോക്ടറുടെ മനസ്സിൽ എവിടെയോ തങ്ങി നിന്നിരുന്നു. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു പോയി, കാലങ്ങൾ കഴിഞ്ഞു. ഡോക്ടർക്ക് വയറ്റിലൊരു പുണ്ണ് വന്നു. പുണ്ണ് വന്നപ്പോൾ കുറച്ച് മാസം വിശ്രമം വേണം. അദ്ദേഹം പട്ടണം വിട്ടു ഗ്രാമപ്രദേശത്ത് ഒരു വീടെടുത്തു അവിടെ താമസിക്കാൻ പോയി. നേരം പോകുന്നില്ല ഡോക്ടർക്ക്. ഇന്നത്തെ പോലെ വാട്സപ്പോ ഇൻ്റർനെറ്റോ ഒന്നുമില്ലാത്തൊരു കാലമാണത്. എന്തു ചെയ്യും? ഡോക്ടർ ആലോചിച്ചു കൊണ്ടേയിരുന്നു. എന്തുകൊണ്ട് എഴുതിക്കൂടാ? അദ്ദേഹം ഒരു നോട്ട്ബുക്ക് വാങ്ങി കഥ എഴുതാൻ തുടങ്ങി. എന്താണ് കഥ? താൻ പണ്ട് കേട്ട ആ മരിച്ചുപോയ ആ മനുഷ്യൻ്റെ കഥ. കഥ എഴുതാൻ തുടങ്ങി. എഴുതി വരുമ്പോഴാണ് ഡോക്ടർ മനസ്സിലാക്കുന്നത്, അയ്യോ, മെഡിക്കൽ പ്രിസ്ക്രിപ്ഷൻ അല്ലാതെ ഞാൻ ഒന്നും തന്നെ ഇതുവരെ എഴുതിയിട്ടില്ലല്ലോ. അദ്ദേഹത്തിന് തൻ്റെ കഥയിൽ വലിയ തൃപ്തി തോന്നിയില്ല. അദ്ദേഹം ആ കഥ, ആ നോട്ട്ബുക്ക് കുപ്പത്തൊട്ടിയിലേക്ക് വലിച്ചെറിഞ്ഞു. പതിവ് പോലെ അന്ന് വൈകുന്നേരവും ഡോക്ടർ നടക്കാൻ പോയി. നടക്കാൻ പോകുമ്പോൾ ഡോക്ടർ എന്നും കാണുന്ന ഒരു കാഴ്ചയുണ്ടായി. ഒരു ഗ്രാമീണ കൃഷിക്കാരൻ. ആ ഗ്രാമത്തിൽ ഒരു വലിയ ചതുപ്പ് നിലം തൂർത്തുകൊണ്ടേയിരിക്കുകയാണ്. കൃഷിക്കാരൻ ഡോക്ടറോട് പറഞ്ഞു, എൻ്റെ അച്ഛൻ ഈ ജോലിയിൽ ആയുസ്സ് മുഴുവൻ പ്രയത്നിച്ച ആളായിരുന്നു. ഇന്ന് ഞാനും അതേ ജോലി തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. വീട്ടിലെത്തിയപ്പോഴാണ് കൃഷിക്കാരൻ്റെ വാക്കുകൾ ഡോക്ടറെ വല്ലാതെ ചിന്തിപ്പിച്ചത്. ഡോക്ടർ എന്തു ചെയ്തു? താൻ കുപ്പത്തൊട്ടിയിൽ വലിച്ചെറിഞ്ഞ ആ നോട്ട്ബുക്ക് തിരിച്ചെടുത്തു. ആ കഥ തന്നെ എഴുതാൻ തുടങ്ങി. ഡോക്ടർ കഥ പകർത്തി എഴുതി. അതിലെ കഥാപാത്രങ്ങൾ ഡോക്ടറോട് സംസാരിക്കാൻ തുടങ്ങി. അവർക്കൊക്കെ ജീവൻ വെച്ചു. ഡോക്ടർ ഹാറ്റേഴ്സ് കാസിൽ എന്ന ആ നോവലിന് പേരിട്ടു. ഡോക്ടർ തലയിൽ നിന്ന് ഒരു വലിയ ഭാരം ഒഴിഞ്ഞ പോലെ ഡോക്ടർക്ക് തോന്നി. മാനുസ്ക്രിപ്റ്റ് ഡോക്ടർ ഒരു പബ്ലിഷറിന് അയച്ചു കൊടുത്തു. ഡോക്ടർ തൻ്റെ മെഡിക്കൽ ജോലിയിലേക്ക് തിരിച്ചു പോകാൻ എല്ലാ തയ്യാറെടുപ്പും ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് ഒരു ടെലിഗ്രാം വരുന്നത്. നിങ്ങൾ അയച്ചു തന്ന നോവലിൻ്റെ മാനുസ്ക്രിപ്റ്റ് ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു. കുറച്ചു കാലം കഴിഞ്ഞ് വേറൊരു സന്ദേശം. നിങ്ങൾ അയച്ച നോവൽ ഞങ്ങൾ പബ്ലിഷ് ചെയ്തത് എല്ലാം തന്നെ വിറ്റുപോയി. ആ നോവൽ വളരെ പ്രസിദ്ധമായി. ആ നോവൽ ഒരു സിനിമയായി. അപ്പോഴാണ് ഡോക്ടർ പൂർണ്ണമായും എഴുത്തിലേക്ക് തിരിയാൻ നിശ്ചയിച്ചത്. A.J. ക്രോണിൻ എന്നൊരു വലിയ എഴുത്തുകാരൻ അവിടെ സൃഷ്ടിക്കപ്പെട്ടു. ഈ കഥയിൽ നിന്ന്
നമുക്കെന്താണ് മനസ്സിലാക്കാൻ പറ്റുന്നത്? ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ദ ഗ്രേസ് ഓഫ് പെർസിവിയറൻസ്, ദ ഗ്രേസ് ഓഫ് ഡെഡിക്കേഷൻ ആൻഡ് ഗ്രിറ്റ്. ഒരു ജോലി പൂർത്തീകരിക്കാൻ പറ്റുകയില്ല, പ്രതീക്ഷകളില്ലെങ്കിലും നിരന്തരം അതിൽ പ്രയത്നിച്ചു കൊണ്ടേയിരിക്കുക. പ്രയത്നിക്കാനുള്ള കൃപ, അതാണ്, ആ സന്ദേശമാണ് നമ്മൾ ഈ കഥയിലൂടെ മനസ്സിലാക്കുന്നത്. ഈ കൃപ സമൃദ്ധിയായി ദൈവം നിങ്ങൾക്കെല്ലാവർക്കും തരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. യേശുവേ